ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു വീഡിയോയിൽ റെയിൽവേയിലെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിനെ പറ്റി, ആ ജോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിലവിൽ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. എന്താണ് ആക്ച്വലി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, എന്തൊക്കെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടികൾ, എങ്ങനെയാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി സമയം എത്ര സാലറി കിട്ടും, എത്ര ലീവ് ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ലീവിൻ്റെ കാര്യങ്ങൾ, ഇത്തരം പല കാര്യങ്ങളും പലർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണിപ്പം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അതൊക്കെ വെച്ചിട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ALP എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ALP എക്സാമിനെ പറ്റിയോ അല്ല. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. നോട്ടിഫിക്കേഷൻ ചെയ്ത സമയത്ത് ഓരോ സ്റ്റേജിനെ പറ്റിയും ഓരോ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട്, അതായത് CBT 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, CBAT കഴിഞ്ഞു, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, മെഡിക്കൽ കഴിഞ്ഞു, അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആയി. ഇനി അപ്പോയിൻമെൻ്റ് ആയതിന് ശേഷമുള്ള കാര്യങ്ങളോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് അന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങൾ ഏത് സോണിലാണോ, ഏത് RRBയിലാണോ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്നത്, ആ RRB ഏത് സോണിലേക്കാണോ, റെയിൽവേയിൽ നമുക്ക് 17ഓളം സോണുകളുണ്ട്, ഏത് സോണിലേക്കാണോ ആ RRB റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, ആ സോണിലായിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക. സപ്പോസ് നിങ്ങൾ ബാംഗ്ലൂർ RRB ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ബാംഗ്ലൂർ RRB എക്സാം നടത്തുന്നത് SWRലേക്കാണ്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന റെയിൽവേ സോണിലേക്കാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് 3 ഡിവിഷനാണുള്ളത്. ഒന്ന് മൈസൂർ ഡിവിഷൻ, ഒന്ന് ബാംഗ്ലൂർ ഡിവിഷൻ, അതേപോലെ തന്നെ ഹുബ്ലി ഡിവിഷൻ. ഇങ്ങനെ 3 ഡിവിഷനാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്കുള്ളത്. ഈ 3-ൽ ഏത് ഡിവിഷനിലാണോ നിങ്ങളുടെ റൊട്ടേഷനിൽ വാക്കൻസി വരുന്നത്, ആ ഡിവിഷനിലായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവുക. സപ്പോസ് നിങ്ങൾ ബാംഗ്ലൂർ ഡിവിഷനിൽ പോസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഡിവിഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാംഗ്ലൂർ ഡിവിഷണൽ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് അവിടെ കൺഫേം ചെയ്യുകയും ജോയിൻ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങളെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ട്രെയിനിങ്ങിന് അയക്കും. നോർമലി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ തന്നെയാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാംഗ്ലൂർ തന്നെയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ സോണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ, അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ അവർ റെഫർ ചെയ്യാം. കാരണം ഇനീഷ്യൽ ട്രെയിനിങ് ആയതുകൊണ്ട് എവിടെയാണോ ഇനീഷ്യൽ ട്രെയിനിങ് ബാച്ച് ഉള്ളത്, ആ ബാച്ചുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും, ഇന്ത്യയിലൂടെ ഒരുപാട് നോർത്തിലേക്കൊന്നും അയക്കില്ല, തൊട്ടടുത്ത ബാംഗ്ലൂരിൽ ഇപ്പോൾ വാക്കൻസി ഇല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ട്രെയിനിങ് സെൻറ്ററുകളിലേക്കാണ്, അവിടെ ബാച്ച് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ട്രെയിനിങ് സെൻറ്ററിലേക്ക് വിടും. ചെന്നൈയിൽ ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്, ആവടിയിൽ ട്രെയിനിങ് സെൻറ്ററുണ്ട്, വിജയവാഡയുണ്ട്, ഗുണ്ടക്കിലുണ്ട്, ഭുസാവലുണ്ട് മഹാരാഷ്ട്രയിൽ. അങ്ങനെ ഏതാണോ അടുത്ത സോണൽ റെയിൽവേയിൽ വരുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ട്രെയിനിങ്ങിന് വിടും. 6 മാസക്കാലമാണ് നിങ്ങൾക്ക് ഇനീഷ്യൽ ട്രെയിനിങ് ഉണ്ടാവുക. 6 മാസക്കാലം ഇത് മാക്സിമം പീരീഡാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാസത്തിൽ ട്രെയിനിങ് തീർക്കാം. ഈ 6 മാസം എന്ന് പറയുന്നത് 3 സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഡീസൽ ട്രാക്ഷൻ, 2 AC ട്രാക്ഷൻ, മൂന്നാമത്തത് GNSR. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ റെയിൽവേയിൽ 2 തരത്തിലുള്ള ട്രാക്ഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് ഡീസൽ ലോക്കോമോട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ AC ലോക്കോമോട്ടീവ് ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും ട്രാക്ഷൻ നിങ്ങൾക്ക് ഇനീഷ്യലി ട്രെയിനിങ് തരാം. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ AC മാത്രമാണ്, അല്ലെങ്കിൽ 90% AC മാത്രമാണെങ്കിൽ നിങ്ങൾക്കൊരു ആ AC ട്രാക്ഷൻ മാത്രമേ ട്രെയിനിങ് ഇനീഷ്യലി തരുള്ളൂ. പിന്നീട് ആവശ്യമുള്ളപ്പം അവർ നിങ്ങളെ ഡീസൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കണക്കാക്കുന്നത് 3 ട്രെയിനിങ്, AC ട്രാക്ഷൻ ട്രെയിനിങ്ങും ഡീസൽ ട്രാക്ഷൻ ട്രെയിനിങ്ങും നിങ്ങൾക്ക് തരികയാണെങ്കിൽ 6 മാസത്തെ കാലാവധിയാണ് ട്രെയിനിങ്ങിന് ഉണ്ടാകുന്നത്. ഈ ഡീസൽ ട്രാക്ഷൻ ട്രെയിനിങ്, AC ട്രാക്ഷൻ ട്രെയിനിങ്, GNSR, ഇങ്ങനെ 3 സബ്ജക്റ്റാണ് നിങ്ങളെ പഠിപ്പിക്കുക. അതായത് ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ ഓപ്പറേഷൻസ്, ഡീസൽ ലോക്കോമോട്ടീവിൻ്റെ മെയിൻ്റനൻസ്, അതേപോലെ തന്നെ AC ലോക്കോമോട്ടീവിൻ്റെ ഓപ്പറേഷൻസ്, AC ലോക്കോമോട്ടീവിൻ്റെ മെയിൻ്റനൻസ്. ഇതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു AC ലോക്കോക്ക് എന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനൊക്കെ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, ആ കംപ്ലൈൻറ്റ് വന്നാൽ എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാം,
അതൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് ALP ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുക. ഒരിക്കലും നിങ്ങളെ ആ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കില്ല. കാരണം ALP എന്ന് പറയുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണ്. ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ നിന്നുള്ള ജോലി. അതൊരിക്കലും ഡ്രൈവ് ചെയ്യാനുള്ള അതോറിറ്റി ALPക്ക് ഇല്ല. അതായത് ഒരു ALPക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കില്ല. നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് LP ആവാൻ സമയമാകുമ്പോൾ അതിൽ കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതെല്ലാം സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഡ്രൈവ് ചെയ്യാനും ഡ്രൈവിംഗ് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഇനീഷ്യൽ ട്രെയിനിങ്ങിൽ ലോക്കോയുടെ ഓപ്പറേഷൻസും ലോക്കോയുടെ മെയിൻ്റനൻസുമാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ ഉണ്ടാവുക. ഇനി GNSR എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ റെയിൽവേ റൂളാണ്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് റോഡിലിപ്പോൾ റോഡിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. ആ ലൈസൻസിനുള്ള ഒരു ഇനീഷ്യൽ ട്രെയിനിങ് തന്നെയാണ് ശരിക്കും ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രെയിനിങ് കഴിഞ്ഞ് ട്രെയിനിങ്ങിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് തരും. ആ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ ട്രെയിനിൽ ലോക്കോയിൽ ട്രാവൽ ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ട്രാഫിക് റൂൾസ്, നമ്മൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ട്രാഫിക് റൂൾസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നമ്മൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ട്രാഫിക് റൂൾസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള അല്ലെങ്കിൽ ട്രെയിൻ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട റൂൾസും ആക്റ്റുകളും ഒക്കെ എഴുതി വെച്ച ഒരു ബൈബിൾ ഓഫ് ദി ഇന്ത്യൻ റെയിൽവേ ആണ് ആക്ച്വലി GNSR എന്ന് പറയുന്നത്. ഇപ്പോൾ GNSR എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു കുറേ റൂൾസും കുറേ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് പഠിപ്പിക്കില്ല. ട്രെയിൻ ഓപ്പറേഷൻസും അതേപോലെ തന്നെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട റൂൾസ് എല്ലാം GNSRൻ്റെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളാണ് അവിടെ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും. എക്സാം പാസ്സാവണം. ആ എക്സാമിൻ്റെ മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് റെയിൽവേയിൽ സീനിയോറിറ്റി എന്ന് പറയുന്ന കാര്യം വരുന്നത്. ആ സീനിയോറിറ്റി എന്ന് പറയുന്നത് സോണൽ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എത്രയാണോ നിങ്ങൾക്ക് പുറക്ക് കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ സീനിയോറിറ്റി വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സീനിയോറിറ്റിക്ക്. കാരണം സീനിയോറിറ്റിയാണ് പിന്നീട് പ്രൊമോഷൻസിനെല്ലാം ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടർ. അത് മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ തരിക. അത് മാത്രമല്ല ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് ട്രെയിനിങ് സെൻറ്ററിനകത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് 6 മാസത്തെ ട്രെയിനിങ്ങിൽ. ഈ 6 മാസത്തെ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് സാലറി അല്ല ഉണ്ടാവുക, സ്റ്റൈപ്പൻഡ് എന്നാണ് അതിന് പറയുന്നത്. സ്റ്റൈപ്പൻഡാണ് ഉണ്ടാവുക. അതായത് ALPയുടെ ബേസിക് പേ നോട്ടിഫിക്കേഷൻ തന്ന പ്രകാരം 19,900 ബേസിക് പേ എന്ന് പറയുന്നത്. ബേസിക് പേയോട് കൂടെ ഇപ്പം നിലവിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആ സമയത്ത് നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അപ്ലിക്കബിൾ ആയിട്ടുള്ള DA പെർസെൻറ്റേജും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. നിലവിൽ 46% ആണ്. അതായത് ഏകദേശം 9154, ഏകദേശം 29,000 രൂപയാണ് നിങ്ങൾക്ക് ഓൺ ഹാൻഡ് ആയിട്ട് സാലറി കിട്ടുന്നത്. ഈ 29,000 നിങ്ങൾക്ക് ആ സമയം നിങ്ങളുടെ NPS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 9% എമൗണ്ട് NPSലേക്ക് അടയ്ക്കും. അപ്പോൾ അത് കഴിച്ച് ഏകദേശം എന്ത് വന്നാലും നിങ്ങൾക്ക് 25,000 മേലെ 25,000-നും 29,000-നും ഇടയിൽ സാലറി ഉണ്ടാവും. 27,000, 26,000, 27,000 രൂപ നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ സാലറി കിട്ടും. അപ്പോൾ ഈ 6 മാസക്കാലം നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളെ സാലറിയിൽ ഉണ്ടാവും. ഒന്ന് ബേസിക് പേയും രണ്ടാമത്തത് DAയും. HRA ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഈ 6 മാസം നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ ആ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കുള്ള ഫുഡും ആ ട്രെയിനിങ് സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഫുഡ് പെയ്ഡാണ്. ഫുഡിന് ഫീസ് മാസം അടയ്ക്കണം. അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അത് എല്ലാ ട്രെയിനിങ് സെൻറ്ററുകളിലും അങ്ങനെയാണ് അതിൻ്റെ റൂൾസ്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞായിട്ട് നിങ്ങളിപ്പോൾ സപ്പോസ് മൈസൂർ ഡിവിഷനിൽ SBC ഡിവിഷനാണ് ഞാൻ പറഞ്ഞത്. SBC ഡിവിഷനിൽ ബാംഗ്ലൂർ ഡിവിഷനിൽ നിങ്ങൾ പോസ്റ്റിംഗ് ആയി. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ ഡിവിഷണൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റേഷൻ അലോട്ട് ചെയ്യുകയും ചെയ്യും. SBC ഡിവിഷനിൽ 3 സ്റ്റേഷനുകളാണ്. ഒന്ന് കൃഷ്ണരാജപുരം, KJM, YPR, യശ്വന്ത്പൂർ, SBC. ഇങ്ങനെ 3 സ്റ്റേഷനാണ് പോസ്റ്റിംഗ് കിട്ടുക. ഒന്നെങ്കിൽ KJM സ്റ്റേഷനിൽ, അല്ലെങ്കിൽ YPR സ്റ്റേഷനിൽ, അല്ലെങ്കിൽ SBC സ്റ്റേഷനിൽ. ഈ 3-ൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലാണ് നിങ്ങളുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് പോസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പോസ്റ്റിംഗ് ആയിട്ട് ഈ പറഞ്ഞ സ്റ്റേഷനിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ് കൂടെ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്കുണ്ട്. സിഗ്നൽ ലേണിംഗ്, റോഡ് സിഗ്നൽ ലേണിംഗ്. അതായത് ഏത് റൂട്ടിലാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറേ റൂട്ടുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് KJM, YPR, SBC എന്നൊക്കെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് വളരെ എളുപ്പം ഞാൻ കേരളത്തിലെ കേസ് എടുക്കുക, പാലക്കാട് ഡിവിഷൻ എടുക്കുക. നിങ്ങൾ പാലക്കാട് ഡിവിഷനിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മംഗലാപുരം, അതേപോലെ തന്നെ കോഴിക്കോട്, അതല്ലെങ്കിൽ ഷൊർണൂർ, ഇവിടെയൊക്കെയാണ് നിങ്ങൾ പോസ്റ്റിംഗ് ആവുക. അല്ലെങ്കിൽ പാലക്കാട്, മംഗലാപുരം, കോഴിക്കോട്, ഷൊർണൂരാണ് പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകൾ പാലക്കാട് ഡിവിഷൻ്റെ. ഇതിലേതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിങ്ങൾ പോസ്റ്റിംഗ് ആവും.
അപ്പോൾ ഇവിടെ നിങ്ങൾ പോസ്റ്റിംഗ് ആയ ശേഷം എങ്ങോട്ടൊക്കെയാണോ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അതാത് റൂട്ടുകളിലുള്ള സിഗ്നലുകൾ, അതാത് റൂട്ടുകളിലുള്ള സ്റ്റേഷൻ്റെ സിഗ്നലുകൾ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ട്രെയിനിങ് എടുക്കുന്നതിനെയാണ് നമ്മൾ റോഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ റോഡ് ലേണിംഗ് അല്ലെങ്കിൽ LRS എന്ന് പറയും. ആ LRS എടുത്തിട്ട് ലോഡ് റൈഡിങ് എടുത്തിട്ട് ശേഷമാണ് നിങ്ങൾ ഡ്യൂട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സിഗ്നൽ ലേണിംഗ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡ്യൂട്ടിയിലേക്ക് പോകുള്ളൂ. ഇനിയിപ്പോൾ ആ സിഗ്നൽ ലേണിങ്ങും കഴിഞ്ഞു. സിഗ്നൽ ലേണിംഗ് കണക്കുണ്ട്. നിങ്ങളൊരു റൂട്ടിൽ 3 ട്രിപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. അത് 2 ട്രിപ്പ് പകലും 1 ട്രിപ്പ് രാത്രിയും, അങ്ങനെ പല റൂൾസ് ഉണ്ട്. ആ റൂൾ പ്രകാരം നിങ്ങൾ സിഗ്നൽ ലേണിംഗ് കഴിഞ്ഞു, സിഗ്നൽസിൻ്റെ സിസ്റ്റംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഡ്യൂട്ടി എടുക്കണം. ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റാണ്. ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഗുഡ്സ് ട്രെയിനുകളായിരിക്കും. ഗുഡ്സ് ട്രെയിനുകളായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ഒരു ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നത് പ്രകാരം ആ ലോക്കോയിൽ ഒരുപാട് സേഫ്റ്റി ഐറ്റംസ് ഉണ്ട്. ആ സേഫ്റ്റി ഐറ്റംസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അതാത് സ്ഥലത്തുണ്ടോ എന്നും ലോക്കോ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുമുള്ള ചെക്കിംഗ് ആണ്. അതേപോലെ ഇപ്പോൾ ഡീസൽ ലോക്കോ ആണെങ്കിൽ അതിനോട് ഒരുപാട് ഓയിൽ പോയിന്റുകളുണ്ട്, എത്ര ഫ്യൂൽ ഉണ്ട്, നമ്മൾക്ക് പോകേണ്ട റൂട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഫ്യൂൽ ഉണ്ടോ, അതേപോലെ തന്നെ അതിന് ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ടോ, അതിൻ്റെ കൂളിംഗ് വാട്ടർ അവൈലബിൾ ആണോ, ഈ പറഞ്ഞ കുറേ ഓയിലിംഗ് പോയിന്റുകൾ, സേഫ്റ്റി ഡിവൈസസുകൾ, ഇതൊക്കെ ചെക്ക് ചെയ്യണം നമുക്ക് ഒരു വണ്ടി എടുക്കുന്നതിന് മുന്നേ. നമ്മളൊരു കാർ എടുക്കുമ്പോൾ വെറുതെ പോയി കണ്ട് കീ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടി നമ്മൾ പോകാൻ ആപ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പെർഫെക്റ്റ് ആണ് നമ്മൾ എൻഷുർ ചെയ്യുക. അതാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ലോക്കോ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ ലോക്കോ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പഠിച്ച പ്രകാരമുള്ള സിഗ്നൽസ് ഒബ്സർവ് ചെയ്ത് ആ സിഗ്നലിൽ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റിനെ കോൾ ഔട്ട് ചെയ്യാം. ഇതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി മറ്റ് എന്തെങ്കിലും ട്രബിളൊക്കെ വരുന്ന സമയത്ത് ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഡ്യൂട്ടി പാറ്റേൺ എന്നുള്ളത്. ഡ്യൂട്ടി ഇനീഷ്യലി നമുക്ക് ഗുഡ്സ് ട്രെയിനിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് തരിക, ഗുഡ്സ് ട്രെയിനിലായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്യൂട്ടി വരാം, അറ്റ് എനി ടൈം. അതിന് ഫിക്സഡ് ആയിട്ടൊരു ടൈമിംഗ് ഇല്ല. നമ്മൾ സാധാരണ ഒരു ഓഫീസ് ജോബ് പോലെ രാവിലെ 10 മണിക്ക് പോവുക, വൈകിട്ട് 6 മണിക്ക് വരിക എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്യൂട്ടി വരാം. നിങ്ങൾക്ക് എപ്പോഴാണോ ഡ്യൂട്ടിക്ക് കയറേണ്ടത് അതിൻ്റെ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വരും. സപ്പോസ് നിങ്ങൾക്ക് രാത്രി പുലർച്ചെ 3 മണിക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട്. നിങ്ങൾ 3 മണിക്കാണ് ഗുഡ്സ് ട്രെയിൻ എങ്കിൽ പുലർച്ചെ 1 മണിക്ക് നിങ്ങൾ ഫോണിൽ വിളിക്കും. ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ 3 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വരാൻ പറയും. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളെ വിളിക്കും. രാവിലെ 10 മണിക്കാണ് പോകേണ്ടതെങ്കിൽ രാവിലെ 8 മണിക്ക് വിളിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അറ്റ് എനി ടൈം 24/7 അറ്റ് എനി ടൈം നിങ്ങൾക്ക് കോൾ വരാം. കോൾ വന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഒപ്പിടുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു സമയത്ത് പോകേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളത് അപ്പം നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയുന്നത്, സപ്പോസ് നിങ്ങളിപ്പോൾ മംഗലാപുരം സ്റ്റേഷനിലാണ് പോസ്റ്റിംഗ് ആയതെന്ന് വിചാരിക്കുക. മംഗലാപുരം സ്റ്റേഷനിലാണെങ്കിൽ ഒരു പുലർച്ചെ 3 മണിക്ക് നിങ്ങൾക്കൊരു വണ്ടി വരാനുണ്ട്. അപ്പോൾ 1 മണിക്ക് നിങ്ങൾ കോൾ വരുന്നു, മംഗലാപുരം സ്റ്റേഷനിൽ നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തു. മംഗലാപുരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് അവിടെ നിങ്ങൾ ലോക്കോ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടെ വരെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു കാലിക്കറ്റാണ് തൊട്ടടുത്ത ക്രൂ ചേഞ്ചിങ് പോയിന്റ്. അവിടെ വരെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. ഈ വർക്കിംഗ് എത്ര സമയം എടുക്കുമോ ആ സമയം മുഴുവൻ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. സപ്പോസ് മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ആണെങ്കിൽ നോർമലി നിങ്ങൾ അടുത്ത പ്രൊമോഷൻ ALPയിൽ നിന്നും സീനിയർ ALP ആണ് അടുത്ത പ്രൊമോഷൻ വരിക. സീനിയർ ALP ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പാസഞ്ചർ ട്രെയിനിലായിരിക്കും വർക്ക് ചെയ്യുക. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് എത്താൻ ഒരു 4-5 മണിക്കൂർ മതി. അത്രയും നിങ്ങൾക്ക് ഡ്യൂട്ടി ടവേഴ്സ് ഉള്ളൂ പാസഞ്ചർ ട്രെയിനിൻ്റെ കേസ് എടുക്കുമ്പോൾ. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് എത്താൻ എത്ര സമയം വേണോ, കോഴിക്കോട് എത്തിയാൽ നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അടുത്ത ഡ്യൂട്ടി കോഴിക്കോട് നിന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതേപോലെ ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് എത്താൻ ഒരു പക്ഷേ ചിലപ്പോൾ 8 മണിക്കൂർ എടുത്തേക്കാം, ഒരു പക്ഷേ 10 മണിക്കൂർ എടുക്കാം, അതല്ലെങ്കിൽ 12 മണിക്കൂർ എടുക്കാം. അത്രയും സമയം നമ്മൾ ഗുഡ്സ് ട്രെയിനിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 12 മണിക്കൂർ എന്നുള്ളത് റെയിൽവേ ബോർഡ് മാക്സിമം വർക്കിംഗ് അവേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 12 മണിക്കൂർ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ മാക്സിമം വർക്കിംഗ് എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. അത് എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ക്രൂ ബീറ്റ് തീരുന്നത് അവിടെ ഇത്രയും സമയം നിങ്ങളവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് എത്തി, കോഴിക്കോട് നിന്ന് തിരിച്ച് നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് മംഗലാപുരത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഡ്യൂട്ടി. അത് എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് എത്ര സമയമാണോ നിങ്ങൾ മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് എത്തിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ്, നിങ്ങൾ 8 മണിക്കൂറാണ് വർക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ കോഴിക്കോട് സ്റ്റേഷനിൽ റെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അതിനുശേഷം വരുന്ന ട്രെയിനാണ് നിങ്ങൾ തിരിച്ച് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ 6 മണിക്കൂർ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, അതായത് റണ്ണിങ് റൂം എന്ന് പറയും.
റണ്ണിങ് റൂം എന്ന് പറയും. ഈ റണ്ണിങ് റൂമിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതിനുള്ള ബെഡ്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഫുഡും അവിടെ ഉണ്ടാവും. ഈ റണ്ണിങ് റൂമിൽ നിങ്ങൾക്ക് ഒരു നേരം ഫുഡ് കഴിക്കാൻ 5 രൂപ കൊടുത്താൽ മതി. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം. ആവശ്യമുള്ള ഫുഡ് കഴിച്ചിട്ട് 5 രൂപയാണ് ഒരു നേരത്തെ ഫുഡ്, സബ്സിഡൈസ്ഡ് ഫുഡാണ്. ഇത് കഴിഞ്ഞ് തിരിച്ച് മംഗലാപുരത്തേക്ക് നിങ്ങൾ എത്തി. മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ 16 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ഡ്യൂട്ടി നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെയാണ് ഡ്യൂട്ടി ഹവേഴ്സിൻ്റെ പാറ്റേൺ വരുന്നത്. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പറഞ്ഞത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുമ്പോൾ ഡ്യൂട്ടി കയറുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ആയിട്ട് ഒരു ദിവസം ഡ്യൂട്ടിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ ഒരു ദിവസം ഗുഡ്സ് ട്രെയിൻ ഒന്നും ഓടിയിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ദിവസം നിങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല, നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരിക്കാം. പക്ഷേ നിങ്ങൾ മംഗലാപുരം സ്റ്റേഷൻ വിട്ട് പോകാൻ പാടില്ല. സ്റ്റേഷൻ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺ സൂപ്പർവൈസറുടെ പെർമിഷൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഡ്യൂട്ടി ഉള്ളത് ആ ഡ്യൂട്ടി ഉള്ള സമയത്ത് മാത്രം സ്റ്റേഷനിലേക്ക് പോവുക, ഡ്യൂട്ടി എടുക്കുക, തിരിച്ചു വരിക. അടുത്ത ഡ്യൂട്ടി എപ്പോഴാണോ അപ്പോൾ മാത്രം പോവുക, തിരിച്ചു വരിക. ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്യൂട്ടി വരാം. ഒരു ഫിക്സഡ് ടൈമിംഗ് ഇല്ല. അറ്റ് എനി ടൈം യു മേക്ക് ഇറ്റ് എ ഡ്യൂട്ടി കോൾ. ഇനി നമ്മളുടെ എല്ലാവർക്കും ഉള്ള ഒരു വീക്ക്ലി ഓഫാണ് സൺഡേ. പക്ഷേ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ റണ്ണിങ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സൺഡേ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി ഓഫ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. 6 ദിവസം വർക്ക് ചെയ്ത് 7ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഓഫ് കിട്ടുക. അത് ഒരു പക്ഷേ സൺഡേ ആയിരിക്കാം, അതല്ലെങ്കിൽ റെഗുലറായിട്ട് എല്ലാ വർഷവും എല്ലാ ആഴ്ചയിലും സൺഡേ കിട്ടിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് 30 മണിക്കൂർ റെസ്റ്റ് കിട്ടും. ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മംഗലാപുരം വന്നു കഴിഞ്ഞാൽ 16 മണിക്കൂറാണ് മിനിമം റെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നാണോ നിങ്ങൾ 6 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നിങ്ങൾ 30 മണിക്കൂർ റെസ്റ്റ് കിട്ടും. 30 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഡ്യൂട്ടി വരിക. അങ്ങനെയാണ് വീക്ക്ലി ഓഫ് അല്ലെങ്കിൽ ഇതിനെ പീരിയോഡിക്കൽ റെസ്റ്റ് എന്ന് പറയും. റെഡി? അപ്പോൾ ഇത്രയാണ് ഡ്യൂട്ടി പാറ്റേൺ. ഇനി നമുക്ക് ഇതിൻ്റെ സാലറി എങ്ങനെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ബേസിക് പേ 19,900 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ബേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാലറി, ഇതിന് പല അലവൻസുകളുണ്ട്. ബേസിക് പേ 19,900 എന്ന് പറയുമ്പോൾ 19,900 അല്ല നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ട്രെയിനിങ് പീരീഡ് തന്നെ സ്റ്റൈപ്പൻഡ് ചെയ്യാൻ പറഞ്ഞു. അതൊരു ഏകദേശം 26,000 രൂപ സ്റ്റൈപ്പൻഡ് ട്രെയിനിങ് പീരീഡ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാലറി വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19,900 ബേസിക് പേ വന്നു. 19,900 ബേസിക് പേ വന്നു. 46% DA വന്നു. DA വരും. 46% DA വരും. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്ന സിറ്റി, ആ സിറ്റിയുടെ ഇതനുസരിച്ച് ഗ്രേഡിംഗ് അനുസരിച്ച് അതിന് HRI കിട്ടും. 8% മുതൽ 28% വരെ HRI ഉണ്ട്. 8, 18, 28 എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട്. XYZ എന്ന് പറഞ്ഞ സിറ്റീസ്. അത് പോസ്റ്റിംഗ് അനുസരിച്ച് സിറ്റീസ് അനുസരിച്ചാണ്. റൂറൽ പോസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ 8%, മീഡിയം ലെവൽ സിറ്റീസിലാണെങ്കിൽ 18%, മെട്രോ സിറ്റീസിലൊക്കെ ആണെങ്കിൽ അത് 28%. അങ്ങനെയാണ് HRI വരുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് TA ഉണ്ടാവും. അതേപോലെ തന്നെ DA, TA, HRI എല്ലാം ഉണ്ടാവും. പിന്നെ വേറെ ഒരു അലവൻസ് എക്സ്ട്രാ റണ്ണിങ് സ്റ്റാഫിനുള്ളത് റണ്ണിങ് അലവൻസ് എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ട്രെയിൻ ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 കിലോമീറ്റർ ട്രെയിൻ നിങ്ങൾ ഓടിക്കുന്നതിന് 3 രൂപ 75 പൈസ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അലവൻസ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതിന് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കിട്ടും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ മംഗലാപുരം സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിട്ട് കാലിക്കറ്റ് ആണ് നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുന്നത്. ഇതിനെ ഔട്ട് സ്റ്റേഷൻ എന്ന് പറയും. അതിന് ഔട്ട് സ്റ്റേഷൻ DA വേറെ ഉണ്ട്. ഇവിടെ നിങ്ങൾ 6 മണിക്കൂറാണ് വർക്ക് ചെയ്യാമെന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചോ. 6 മണിക്കൂറിന് പകരം നിങ്ങൾക്ക് തിരിച്ചു വരാൻ വണ്ടിയൊന്നും ആ സമയത്തില്ല. നിങ്ങൾക്ക് ഒരു 16 മണിക്കൂർ കാലിക്കറ്റ് പോയി റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ ആക്ച്വലി 16 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനിൽ റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അത്രയും സമയം നിങ്ങൾ വേറെ സ്റ്റേഷനിൽ പോയി റെസ്റ്റ് ചെയ്തു. അതിനെയാണ് OSD എന്ന് പറയുക. അപ്പോൾ ഔട്ട് സ്റ്റേഷൻ റണ്ണിങ് അലവൻസ് 70 കിലോമീറ്റർ എക്സ്ട്രാ അലവൻസ് ആയിട്ട് കയറും. ഇതൊക്കെ കിലോമീറ്ററിലാണ് അലവൻസ് പറയുക. പെർ കിലോമീറ്റർ 3 രൂപ 75 പൈസ. നൈറ്റ് യൂണിറ്റിന് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. രാത്രി 10 തൊട്ട് രാവിലെ 6 വരെയാണ് നൈറ്റ് ഡ്യൂട്ടി ഹവേഴ്സ്. ഈ സമയം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നൈറ്റ് ഡ്യൂട്ടി അലവൻസുകൾ കിട്ടും. പിന്നെ ആഴ്ചയിൽ 107 മണിക്കൂറാണ് റണ്ണിങ് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടി ഹവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ആഴ്ചയിലാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി സൈക്കിൾ വരിക. ആദ്യത്തെ ആഴ്ച നിങ്ങളിപ്പോൾ 107 മണിക്കൂർ ഓടിച്ചു എന്ന് വിചാരിക്കാം. 2ാമത്തെ ആഴ്ച നിങ്ങൾക്ക് ഡ്യൂട്ടി കുറവായിരിക്കും. സപ്പോസ് 2ാമത്തെ ആഴ്ച നിങ്ങൾക്ക് പൊസിഷൻ ടൈറ്റ് ആയിട്ട് ഡ്യൂട്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഓവർ ടൈം പേയ്മെൻറ്റ് ഉണ്ട്. അതൊക്കെ എക്സ്ട്രാ നല്ല പേയ്മെൻ്റ് ഉള്ള ഒരു പോസ്റ്റാണ് റെയിൽവേയിൽ റണ്ണിങ് സ്റ്റാഫിൻ്റെ, അതായത് ലോക്കോ പൈലറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞ് ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് 40 മുതൽ 45,000 വരെ സാലറി കിട്ടും.
40 മുതൽ 45,000 വരെ സാലറി ഇനീഷ്യലി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന സാലറിയാണ് പറഞ്ഞത്. ഇതാണ് സാലറിയുടെ ഡീറ്റെയിൽസ്. ഇനി അടുത്തതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടാവും, ലീവ്. എത്രയൊക്കെ ലീവ്, എങ്ങനെയൊക്കെ ലീവ് കിട്ടും എന്നുള്ളത്. റെയിൽവേയിൽ മൊത്തം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലീവ് ഉള്ളത് 60 ദിവസമാണ്. 60 ദിവസം എന്ന് പറയുന്നത് 10 ദിവസം ക്യാഷ്വൽ ലീവ് കിട്ടും. അത് ഓരോ വർഷം, ഒരു വർഷത്തിലെ ലീവാണ് കേട്ടോ 60 ലീവ് എന്ന് പറയുന്നത്. ആ 60 ലീവ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 10 ദിവസം നിങ്ങൾക്ക് ക്യാഷ്വൽ ലീവ് ഉണ്ട്. അതേപോലെ തന്നെ 10 LAP, ലീവ് ഓൺ ആവറേജ് പേ, ഏൺഡ് ലീവ് എന്നൊക്കെ പറയുന്ന സാധനമാണിത്. അത് 30 ദിവസമുണ്ട്. എല്ലാ വർഷവും ജനുവരിയിൽ 15 ലീവും ജൂലൈയിൽ 15 ലീവും ക്രെഡിറ്റ് ആവും. ഇനി ഹാഫ് പേ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 20 ലീവ് ഉണ്ട്. ഇത് എല്ലാ ജനുവരിയിൽ 10 എണ്ണവും ജൂലൈയിൽ 10 എണ്ണവും ക്രെഡിറ്റ് ആവും. ഇങ്ങനെയാണ് മൊത്തം 60 ലീവ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സപ്പോസ് സിക്കാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അസുഖം എന്തോ കാരണം സിക്ക് ലീവ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ LHAPയിൽ നിന്നാണ് കട്ടാവുക. LHAPയിൽ നിന്ന് ഒരു സിക്ക് ലീവ് എടുത്താൽ, ഒരു ദിവസം ലീവ് എടുത്താൽ 2 LHAP കട്ടാവും. ഇങ്ങനെയാണ് സിക്ക് ലീവ് വർക്കാവുന്നത്. ഇനി വേറൊരു സാധനമാണ് നമ്മുടെ കലണ്ടറിലെ ചുവന്ന ദിവസങ്ങൾ, നാഷണൽ ഹോളിഡേ. ഇത് റണ്ണിങ് സ്റ്റാഫിന് ബാധകമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓണത്തിൻ്റെ അന്നോ, അതല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ അന്നോ, അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഇതേപോലെയുള്ള ജനറൽ പബ്ലിക് ഹോളിഡേയ്സിൽ പോലും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും. ആ ജനറൽ പബ്ലിക് ഹോളിഡേയ്സിൽ നിങ്ങൾക്ക് ലീവ് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേ ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷെ അത് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന സൂപ്പർവൈസറാണ്. അതേപോലെ അത് നിങ്ങൾക്ക് കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നോർമലി ഈ ഹോളിഡേയ്സിലൊക്കെ ട്രെയിനുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ ട്രെയിനിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ലീവ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി നിങ്ങൾ ഈ ദിവസങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക അലവൻസ് ഉണ്ട്. നാഷണൽ ഹോളിഡേ അലവൻസ് എന്ന് പറഞ്ഞിട്ട് NH അലവൻസ് എന്ന് പറഞ്ഞ് വേറെ അലവൻസ് ഉണ്ട്. നിങ്ങൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ലീവിന് ലീവ് മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞ് ലീവ് അലവൻസ് ഉണ്ട്. അപ്പോൾ അലവൻസുകൾ കൊണ്ടുള്ള ഒരുപാട് കളിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അലവൻസുകളുണ്ട്. ആ അലവൻസുകൾ ഒരു ഫുൾ കാര്യങ്ങളും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ അത്യാവശ്യം ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞ ഓരോന്നിനും നിങ്ങൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നോ അതിനൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് റെയിൽവേ തരും. അതാണ് ഇതിൻ്റെ കാര്യം. ലീവിൻ്റെ കാര്യം 60 ലീവാണുള്ളത്. നോർമലി ഈ 60 ലീവ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് എടുക്കാം. ദെൻ ഇനിയുള്ളത് പ്രൊമോഷനാണ്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സീനിയോറിറ്റി എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊമോഷൻ വരുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സീനിയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സീനിയോറിറ്റിയിൽ നിന്നും ആദ്യത്തെ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ALP ആണ്. ALP കഴിഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ആവുക സീനിയർ ALP ആണ്. 2 വർഷത്തെ മിനിമം സർവീസും വാക്കൻസിയും, ഇതാണ് സീനിയർ ALPയുടെ കണ്ടീഷൻ. നിങ്ങൾ 2 വർഷം സർവീസ് പൂർത്തിയായിരിക്കണം, അതായത് പ്രൊബേഷൻ പീരീഡ് പൂർത്തിയായിരിക്കണം. രണ്ടാമത്തത് സീനിയർ ALP പോസ്റ്റിൽ വാക്കൻസി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ALP 2 വർഷം കഴിഞ്ഞ ഉടനെ കിട്ടും. അല്ലെങ്കിൽ എപ്പോഴാണോ വാക്കൻസി വരുന്നത് ആ വാക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. വാക്കൻസിയാണ് പ്രൊമോഷൻ്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ക്രൈറ്റീരിയ മാത്രമാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത്. 2 വർഷത്തെ മിനിമം സർവീസ്. ഇനി സീനിയർ ALP കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്ന് പറയുന്നത് സ്റ്റേഷനിൽ തന്നെ ലോക്കോ റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനൊക്കെ, ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാനൊക്കെ ഉള്ള ഡ്യൂട്ടിയാണ്. എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാട്ടോ ഞാൻ പറഞ്ഞത്. ഷണ്ടിങ് എന്ന് പറയും ലോക്കോ പൈലറ്റ് ഷണ്ടർ കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് ലോക്കോ പൈലറ്റ് ഗുഡ്സ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സീനിയർ ALPയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ലോക്കോ പൈലറ്റ് ഗുഡ്സിലേക്കുള്ള പ്രൊമോഷനും കിട്ടിയേക്കാം. അങ്ങനെയും ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പ്രൊമോഷൻ കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 60,000 കിലോമീറ്റർ നിങ്ങൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് വേണം. 60,000 കിലോമീറ്റർ അസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസും വാക്കൻസിയുമാണ് LPGക്കുള്ള ക്രൈറ്റീരിയ. പിന്നീട് അങ്ങോട്ട് ലോക്കോ പൈലറ്റ് പാസഞ്ചർ, ലോക്കോ പൈലറ്റ് മെയിൽ എക്സ്പ്രസ്, ഇതിനൊന്നും വേറെ ക്രൈറ്റീരിയകളൊന്നുമില്ല. വാക്കൻസി അനുസരിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഓരോ പ്രൊമോഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. റെഡി. ഇനി റെയിൽവേ തരുന്ന മറ്റ് ഫെസിലിറ്റികളുണ്ട്. റെയിൽവേ ഫെസിലിറ്റി തരുന്ന ഒന്നാമത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ ഫെസിലിറ്റിയാണ്. മെഡിക്കൽ ഫെസിലിറ്റി ഫ്രീ മെഡിക്കലാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും. ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വൈഫ്, നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മെഡിക്കൽ ഫെസിലിറ്റി ഫ്രീ ആണ് ത്രൂ റെയിൽവേ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ റെയിൽവേ ഹോസ്പിറ്റലിൽ നിന്നും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ, അതായത് റെയിൽവേ ഹോസ്പിറ്റൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് അവർ റെഫർ ചെയ്യും. അടുത്തതാണ് ട്രാവൽ പാസ്. നിങ്ങൾക്ക് ഇനീഷ്യലി ആദ്യത്തെ 5 വർഷം ഒരു ട്രാവൽ പാസും 4 PTO ആണ് ഉണ്ടാവുക, പ്രിവിലേജ് ടിക്കറ്റ് ഓർഡറും. ഒരു ട്രാവൽ പാസ്, അതായത് ഒരു ട്രാവൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യയിൽ എവിടെയും അപ്പ് ആൻഡ് ഡൗൺ ഒരു യാത്ര നിങ്ങൾക്ക് തേർഡ് എ സിയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനും ട്രാവൽ ചെയ്യാം. ഒരേ ഒരു പാസ്. 4 PTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 തവണ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും റെഡ്യൂസ്ഡ് റേറ്റിൽ 30% റെഡ്യൂസ്ഡ് റേറ്റിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യും. നോർമൽ റേറ്റിൻ്റെ റെഡ്യൂസ്ഡ് റേറ്റിൽ. ഇത് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും അത് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വേണമെങ്കിൽ എടുക്കാം, സ്ലീപ്പർ വേണമെങ്കിൽ എടുക്കാം, തേർഡ് AC വേണമെങ്കിൽ എടുക്കാം, സെക്കൻഡ് AC വേണമെങ്കിൽ എടുക്കാം, ഏത് ക്ലാസ് വേണമെങ്കിലും എടുക്കാം, ഇൻക്ലൂഡിങ് വന്ദേ ഭാരത്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. അതിന് 30% റേറ്റ് നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഇനി 5 വർഷം സർവീസ് ആയിക്കഴിഞ്ഞാൽ 5 വർഷത്തെ സർവീസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ട്രാവൽ പാസും 4 PTO അങ്ങനെ തന്നെയാണ്. 4 PTO 3 ട്രാവൽ പാസ് കിട്ടും. 3 ട്രാവൽ പാസ് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗണിൽ യൂസ് ചെയ്യാം. 3 ട്രാവൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ട്രാവൽ പാസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി റെയിൽവേയിൽ ഈ 5 വർഷം എന്ന് പറയുന്ന റെയിൽവേയിൽ ഒരു ബോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നിങ്ങൾ ബോണ്ട് ചെയ്യുന്നുണ്ട് 5 വർഷം നിങ്ങൾ റെയിൽവേയിൽ സർവീസ് ചെയ്യണം എന്നുള്ളത്. ആ ബോണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ എത്രയാണോ സ്റ്റൈപ്പൻഡ് വാങ്ങിയത് ആ സ്റ്റൈപ്പൻഡ് പ്ലസ് 12% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അടക്കം കെട്ടിവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റെയിൽവേയിൽ നിന്ന് NOCയും പ്രോപ്പർ റെസിഗ്നേഷനും എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. 5 വർഷം ബോണ്ട് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ 5 വർഷത്തെ ഈ സ്റ്റൈപ്പൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് റെയിൽവേ തന്നെ അല്ലെങ്കിൽ റെയിൽവേക്ക് പുറത്തോ വേറെ ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് മാറാൻ ഈ ഒരു ബോണ്ട് പ്രശ്നമാവില്ല. നിങ്ങൾക്ക് വേറെ ഒരു ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവർ റിലീവ് ചെയ്ത് പ്രോപ്പർ ചാനൽ വഴി നിങ്ങൾക്ക് റെയിൽവേ തന്നെയോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ പോകാവുന്നതാണ്. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് പക്ഷേ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നേ റെയിൽവേ ഇൻഫോം ചെയ്യണം, ഞാൻ ഇന്ന എക്സാം എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തെ റെയിൽവേ ഇൻഫോം ഞാൻ ഇന്ന ലിസ്റ്റിലൊക്കെ ഉണ്ട്, ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ മതി. ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് ആ ബോണ്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് വേറെ എക്സാമുകൾ, അതായത് റെയിൽവേയിൽ തന്നെ വേറെ നിങ്ങൾ ഇതിൻ്റെ ഹയർ പോസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ആവാം, NTPC എഴുതിങ്ങായിട്ട് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ഹയർ ഗ്രേഡുകൾക്ക് പോവാം. നോർമലി ഇത് LP എന്ന് പറയുന്നത് ലെവൽ 2 ആണ് ഇനീഷ്യലി. അപ്പോൾ ലെവൽ 2ന് മുകളിലുള്ള ഏത് പോസ്റ്റുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റെയിൽവേയിൽ എക്സാം ഉണ്ടാവും. ഇതിന് സെപ്പറേറ്റ് എക്സാം ഉണ്ടാവും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്നുള്ള എക്സാം എഴുതണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു എക്സാം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ജെയുടെ എക്സാം എഴുതാം, NTPC ഉണ്ടാവും, അതേപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമുകൾ ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടേഷൻസ് എല്ലാം അവൈലബിൾ ആണ് ചില സ്ഥലത്തുകളൊക്കെ. പക്ഷേ ഡെപ്യൂട്ടേഷനൊക്കെ റണ്ണിങ് സ്റ്റാഫിനെ കുറിച്ച് കുറവാണെങ്കിൽ കൂടെ ചില ഡെപ്യൂട്ടേഷൻസ് ഒക്കെ റണ്ണിങ് സ്റ്റാഫിന് അലൗഡഡ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി കണ്ട് പോകാൻ പറ്റുന്ന ഏരിയകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഒരു ഏകദേശം ഒരു ഔട്ട്ലൈനാണ് ഞാൻ പറഞ്ഞത് ALP ആയി ബന്ധപ്പെട്ട ജോലിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ടാസ്കുകളാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ALP ആയിട്ട് അറിയേണ്ടത് എനിക്ക് തോന്നുന്നു. ഇനി കൂടുതലായിട്ട് എന്തോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.